താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയ പുണ്യമില്ലെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന കുറെ മനുഷ്യർ. കഴിഞ്ഞ 16 വർഷമായി ദുഃഖവെള്ളി ദിനത്തിൽ കാലടി മലയാറ്റൂർ റോഡിലൂടെ കടന്നുപോകുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കിയാണ് ഇവർ മാതൃകയാകുന്നത്. മലയാറ്റൂർ റോഡിൽ വർഷങ്ങളായി ഇവിടുത്തെ നാട്ടുകാർ സംഘടിപ്പിക്കുന്ന സൗജന്യ അന്നദാനത്തിൽ അനേകം ആളുകൾ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. മലയാറ്റൂർ തീർത്ഥാടകർക്കായിട്ട് കഴിഞ്ഞ 16 വർഷമായിട്ട് നമ്മളിവിടെ നടത്തി വരുന്ന ഈ ഒരു നേർച്ച തീർത്ഥാടകർക്ക് മാത്രമല്ല, ഇതിൽ വരുന്ന എല്ലാവർക്കും ഏത് സമയത്തും ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ആവശ്യം പോലെ ഭക്ഷണം കൊടുക്കാവുന്ന രീതിയിൽ. ഇത് നമ്മുടെ അമ്മുമ്മയായിട്ട് തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. ഇത് ഒരാൾ വേർതിരിവില്ല, ഇതിലെല്ലാവരും പങ്കെടുത്ത് വൻ വിജയമാകണം. എല്ലാ കൊല്ലവും ആകണം. അതിൻ്റെ ഒരു മുത്തപ്പൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 15 വർഷങ്ങളായി ദുഃഖവെള്ളിയാഴ്ച വഴിയാത്രക്കാർക്കും തീർത്ഥാടകർക്കും നൽകുന്ന ഈ അന്നദാനം അനേകർക്ക് ആശ്വാസമാണ്. രാവിലെ 9 മണിക്ക് രാത്രി വരെ ഇവിടെ വരാറുണ്ട്, കഴിക്കാറുണ്ട്. നല്ലതാണ്. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരിക, കോട്ടയം പാമ്പാടിയിൽ നിന്ന്. മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് പോകുന്നവർക്കും മറ്റുമായിട്ട് ഈ പ്രദേശത്തുള്ള യുവാക്കളുടെയൊക്കെ സഹകരണത്തോടെ ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ട് വർഷങ്ങളായിട്ട് നൽകി വരുന്ന ഈ ഭക്ഷണം ഇതിൽ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ സംസ്ഥാനത്തിൻ്റെയും അന്യ സംസ്ഥാനങ്ങളുടെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുരിശുമുടിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നവർ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു പോകുമ്പോഴും നേരത്തെ ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. കാലടിയിലെ ഈ യുവാക്കൾ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ചെയ്യുന്ന പ്രവർത്തനത്തിന് പഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും വ്യത്യാസവും നേരുകയാണ്. കാലടി ജനത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെയും ഐക്യബോധത്തിന്റെയും അടയാളം കൂടിയാണ് ഇത്. തലമുറകളായി നടത്തിവരുന്ന ഈ അന്നദാനം പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറുന്നു. അമ്മമാര് തുടങ്ങി വെച്ച സംരംഭമാണ്. ഇപ്പൊ ഞങ്ങളുടെ അപ്പന്മാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവരുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങളും ഇത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 2000-ൽ പരം ആളുകൾ ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഇതിനായി രാപ്പകൽ അധ്വാനിച്ച് ഭക്ഷണവസ്തുക്കൾ ഒരുക്കിയത് കാലടിയിലെ ജനങ്ങളാണ്. കാലടി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു കിലുക്കൻ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ടൗൺ വാർഡ് മെമ്പർ PB സജീവ് സന്നിഹിതനായിരുന്നു. കാലടിയിൽ 16 വർഷമായിട്ട് തുടങ്ങിയ ഒരു ഭക്ഷണ വിതരണമാണ്. തുടക്കത്തിൽ മോരും വെള്ളമാണ് കൊടുത്തു തുടങ്ങിയത്. കാലടിയിലെ ഏതാനും കുറച്ച് ചെറുപ്പക്കാർ തുടങ്ങിയ ഒരു പരിപാടി ഇന്ന് വിപുലമായിട്ട് എല്ലാ തലത്തിലും എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടെ നാട്ടുകാർ ഒന്നടങ്കം ഈ പരിപാടിക്ക് സഹകരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത, ഈ പ്രദേശത്ത് സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഈ സമയത്ത് ഇത് ഭക്ഷണ വിതരണം ജനങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. 16 വർഷമായിട്ട് ഈ പ്രവൃത്തി ഇവിടുത്തെ ചെറുപ്പക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ പ്രദേശത്തുള്ള ജാതി മതത്തിന് അതീതമായിട്ട് എല്ലാ ജനങ്ങളുടെയും സഹകരണം